വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ദേ ഈ ഒരു കുർത്തിയാണ് കേട്ടോ. അപ്പോൾ ഒരു പഫ് സ്ലീവ് ഒക്കെ വെച്ചിട്ട് വേണ്ട. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ചെറിയൊരു ഫ്രില്ലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു ബിഗിനേഴ്സിന് വേണ്ടി മാത്രം ഞാൻ ചെയ്തിരിക്കുന്നതാണ്. അത്രയും ഈസി ആണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 മീറ്റർ തുണി, അപ്പോൾ ഇതൊരു 58 ഇഞ്ച് വീതിയുള്ള തുണി ആയതുകൊണ്ട് 2 മീറ്റർ അല്ലെങ്കിൽ 2.5 മീറ്റർ മതിയാവും. ഒരു എ ലൈനിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 1/2 മീറ്റർ ഓർഗൻസ ഫാബ്രിക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പഫ് സ്ലീവ് കണ്ടില്ലേ, ഇപ്പോൾ ഇതുപോലെ പഫ് സ്ലീവ് കൊടുക്കുക. എ ലൈൻ തന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ, നമുക്ക് നെക്കൊക്കെ നമ്മുടെ സിമ്പിളായിട്ട് തന്നെ കൊടുക്കുക. അതിൽ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടു കേട്ടോ. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അതുപോലെ ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയിടുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും വീഡിയോ കൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ കുർത്തി തയ്ക്കാൻ, ഈ കുർത്തിന്നേക്കാളേറെ നമ്മൾ പറയാം അതൊരു ഫ്രോക്ക് മോഡൽ ഒരു കുർത്തി എന്ന് പറയാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 മീറ്റർ കറക്റ്റ് ഇല്ല, 1.90 ഉള്ളൂ. അതിനുശേഷം ഒരു ഓർഗാൻസ മെറ്റീരിയൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ്. അത് 1 മീറ്റർ ഉണ്ട്, പക്ഷേ ഇതിനൊരു 1/2 മീറ്ററേ വേണ്ടൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ കുർത്തി തുന്നണത്. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോകട്ടെ എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതാ ഇതുപോലെ 4ആയിട്ട് മടക്കി വയ്ക്കുക നമ്മൾ. അപ്പോൾ എനിക്ക് വീതി കൂടുതലുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ഞാൻ വീതിയിലാണ് ഈ കുർത്തിയുടെ ഫ്രോക്കിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ കയ്യിലുള്ള തുണിക്കനുസരിച്ച് നമ്മൾ കറക്റ്റായിട്ട് മടക്കി വയ്ക്കുക കേട്ടോ. 4ആയിട്ട് മടക്കി വയ്ക്കുക. അപ്പോൾ ഇതിനിങ്ങനെ വീതി കിട്ടി, നിങ്ങൾക്ക് എങ്ങനെയാണോ കിട്ടണോ അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ ഞാനിതുപോലെ മെഷർമെൻറ്റുകളൊക്കെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നോർമലായിട്ട് ചെയ്യണ പോലെ ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാം അടയാളപ്പെടുത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ഷോൾഡർ എത്രയാണെന്ന് പറയാം. അപ്പോൾ ഷോൾഡർ എനിക്ക് വരുന്നത് 7 ഇഞ്ചിൽ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 4 ഇഞ്ച് നെക്കിൻ്റെ വിട്ട് കൊടുത്തിരിക്കുന്നു. 7 ഇഞ്ച് തന്നെയാണ് ആം ഹോൾ കൊടുത്തിരിക്കുന്നത്. അതിൽ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തു. 1.5 ഇഞ്ചിൽ ഞാൻ ആം ഹോൾ കർവ് കൊടുത്തിരിക്കുകയാണ്. കുഴിച്ച് വരച്ചിട്ടുണ്ട് കേട്ടോ, ഫ്രണ്ട് ആം ഹോൾ കർവ്. അതുപോലെ തന്നെ ഞാനിതിൻ്റെ ചെസ്റ്റ് വിട്ട് കൊടുത്തിരിക്കുന്നത് 10 ഇഞ്ചാണ്. 2 ഇഞ്ച് സീം അലവൻസ്. ഇതിൻ്റെ വേസ്റ്റ് ലെങ്ത്ത് കൊടുത്തിരിക്കുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ ആ 14 ഇഞ്ചിൽ എനിക്ക് എത്രയാണ് വരണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വരുന്നത് 9 ഇഞ്ചാണ് വണ്ണം, വേസ്റ്റിൻ്റെ വണ്ണം വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടി സീം അലവൻസ് ഞാൻ വരച്ചു. അതിനുശേഷം പിന്നെ ഹിപ്പിൻ്റെ ഭാഗം ഞാൻ എടുക്കില്ല. ആ വേസ്റ്റിൽ തൊട്ട് ഫുൾ ലെങ്ത്തായ 41 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഫുൾ ലെങ്ത്ത് 41 ഇഞ്ചിലേക്ക് ഞാനിതുപോലെ വരച്ചു കൊടുത്തു കേട്ടോ. ഫുള്ളായിട്ട് അതിൻ്റെ വീതി കിട്ടുന്ന അത്ര വരച്ചു കൊടുത്തു കണ്ടോ. എന്നിട്ട് ഇതാ നമുക്ക് കിട്ടുന്ന തുണിയിൽ എത്രയാണ് വീതി അതിനനുസരിച്ച് വരച്ചു കൊടുക്കുക. അപ്പോൾ ഒരു 3 ഇഞ്ച് ഹൈറ്റിൽ ഞാനിതുപോലെ അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് ചെരിച്ച് വരച്ചു കൊടുത്തു. അത് നമ്മുടെ എയർലൈൻ കുർത്തികൾക്ക് ചെയ്യും. അത് തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നെക്കിൻ്റെ വിട്ട് എത്രയാണെന്ന് പറയാം. നെക്കിൻ്റെ വിട്ട് വരുന്നത് 4 ഇഞ്ച്. അതുപോലെ നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരേപോലെയാണ്, 5 ഇഞ്ചിലാണ് എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ആ ഒരു അതിൻ്റെ ആ കറക്റ്റ് ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതാ നെക്കും ഞാൻ ഫ്രണ്ടും ബാക്കും ഒരുപോലെയാണ്, അത് കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ മൊത്തമായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നെക്ക് എങ്ങനെ ഫിനിഷ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നെക്കിൻ്റെ ഒരു പീസ് നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കണം. നമ്മളൊരു ചെറിയ പീസ് തുണി നെക്കിൻ്റെ ഷേപ്പിൽ വെട്ടിയിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മറച്ചിടാൻ അറിയാമല്ലോ. അപ്പോൾ അതുപോലെ മറച്ചിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നെക്കിൻ്റെ ഭാഗം ഫിനിഷ് ചെയ്ത് കൊണ്ടുവന്നു. ആ ബാക്ക് അതുപോലെ തയ്ച്ച് ഫിനിഷ് ചെയ്ത് കൊണ്ടുവന്നു. ഇത് റോങ് സൈഡാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്രണ്ട് ഇതാണ്ടോ, ഇത് നെക്ക് ഫിനിഷ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഫ്രണ്ടും ബാക്കും ഒരേപോലെയാണല്ലേ നമ്മൾ കൊടുത്തിരുന്നത്. അപ്പോൾ അതുപോലെ ഫിനിഷ് ചെയ്ത് കൊണ്ടുവന്ന് ഇനി അതിൻ്റെ സ്ലീവിലേക്ക് പോകാം. അപ്പോൾ സ്ലീവിന് വേണ്ടിയിട്ട് ഞാൻ ആ ഓർഗാൻസയുടെ ഇത്രയും തുണി ഞാൻ 4ആയിട്ട് ഇതുപോലെ നമ്മൾ സ്ലീവിന് എങ്ങനെയാണോ മുറിച്ചെടുക്കുക അതുപോലെ മുറിച്ചെടുത്ത് 4ആക്കി മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു തുണിയുടെ ലെങ്ത്ത്, ആ ഒരു ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി വരുന്ന പഫിന് വേണ്ടിയിട്ട് 20 ഇഞ്ചാണ് ഞാൻ കൊടുക്കണം. ഇനി നമ്മുടെ സ്ലീവിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് എനിക്ക് ഞാൻ 10 ഇഞ്ചിലുള്ളൊരു സ്ലീവാണ് എനിക്ക് ചെയ്ത് വരുമ്പോൾ കിട്ടുക കണ്ടോ, 10 ഇഞ്ചിൽ. അപ്പോൾ കണ്ടോ, അതാണ് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇനി നമ്മൾ ആ ഒരു പഫ് ഇടാൻ വേണ്ടിയുള്ള ഭാഗം 20 ഇഞ്ച്, ആ കറക്റ്റ് 20 ഇഞ്ചിൽ നമ്മൾ ക്യാപ്പ് ഹൈറ്റ് അടയാളപ്പെടുത്തുക കേട്ടോ. അത് ഇതുപോലെ ക്യാപ്പ് ഹൈറ്റ് എനിക്ക് വരുന്നത് 3.5 ഇഞ്ചാണ്. അതിനുശേഷം അതിൻ്റെ ഇപ്പുറത്തോട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന ആ ഭാഗത്തായിട്ട് ഒരു 2.5 ഇഞ്ച് ഹൈറ്റിൽ താഴേക്ക് ആ ഒരു ക്യാപ്പ് ഹൈറ്റിൽ നിന്ന് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുക. അവിടെ ഒന്ന് കട്ട് ചെയ്ത് ഒരു ഷേപ്പ് ആക്കണ്ടേ. അതിനുശേഷം നമ്മൾ എങ്ങനെയാണോ നോർമൽ നമ്മുടെ ഒരു സ്ലീവ് കൊടുക്കുക അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഞാനവിടെ കുറച്ച് കുഴിച്ച് വരയ്ക്കൽ കുറവായിരുന്നു. അപ്പോൾ അതൊന്ന് കുഴിച്ച് നന്നായിട്ട് വരയ്ക്കാം കേട്ടോ. ഞാനത് ചെയ്തു വന്നപ്പോൾ അതിൻ്റെ ഒരു ഇത് മനസ്സിലായത്. അപ്പോൾ കുറച്ചൊന്ന് കുഴിച്ച് വരച്ചോളൂ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് വരച്ച് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഭാഗമാണ്. അപ്പോൾ അവിടെ നമുക്ക് പഫ് കിട്ടണ്ടേ, ആ പഫിൻ്റെ ഭാഗത്താണ് അതിനാണ് ഇത്രയും തുണി നമ്മൾ കട്ട് ചെയ്ത്
എടുക്കുക. അതിൻ്റെ കറക്റ്റ് ആ ഷേപ്പിൽ, ആ വരച്ച ഷേപ്പിൽ ചുറ്റും നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ 4 ഫോൾഡായിട്ടാണിത് മടക്കി വെച്ചിരിക്കുന്നതെന്ന് പ്രത്യേകം ഓർമ്മിക്കണം. അപ്പോൾ അതിന് ശേഷം നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്തെടുത്തു കേട്ടോ. അതിനുശേഷം ഞാൻ ആ ഒരു 2 സ്ലീവും സെപ്പറേറ്റ് ചെയ്തു. എന്നാൽ അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുക. അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മുകളിൽ നമുക്കൊരു ലോങ് സ്റ്റിച്ച് കൊടുക്കാം. മൊത്തം നമ്മൾ ലോങ് സ്റ്റിച്ച് കൊടുക്കുക, പഫ് അവിടെ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒന്ന് ചുരുക്കി എടുത്താൽ മതി കേട്ടോ, ആ ഒരു ഭാഗത്ത് നമുക്ക് പഫ് കിട്ടാനായിട്ട്. ഇനി നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ ഈ അറ്റത്ത് ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 ഇഞ്ചിന് ഇലാസ്റ്റിക് അവിടെ ഇതുപോലെ മടക്കുക, ഫോൾഡ് ചെയ്ത് എടുക്കുക. 2 മടക്ക് മടക്കിയിട്ട് ഫോൾഡ് ചെയ്ത് കൊണ്ടുവരിക. കണ്ടോ, ഞാൻ ഈ ഭാഗത്ത് അവിടെ ഇപ്പുറത്തെ ഭാഗത്തോടെ വേണ്ട ഇലാസ്റ്റിക് കടത്താനായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പുറത്തെ ഭാഗം ലോങ് സ്റ്റിച്ച് കൊടുത്ത് അവിടെ ചുരുക്കി എടുക്കണം കേട്ടോ. ഇതുപോലെ ഇലാസ്റ്റിക്കാണ് ആ ഭാഗം. നമ്മുടെ ആവശ്യത്തിനുള്ള ഇലാസ്റ്റിക് മുറിച്ചെടുക്കുക കേട്ടോ, എത്രയും വേണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. ഒരു ഭാഗത്ത് നമുക്ക് അതിൻ്റെ പഫും, പിന്നെ ഒരു ഭാഗത്ത് നമുക്ക് അതിൻ്റെ ആ സ്ലീവിൻ്റെ ആ ഒരു ഭാഗത്ത് ഇലാസ്റ്റിക് ഇട്ടിട്ടാണ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഒന്നും ചെയ്യാനില്ല, നമ്മൾ കറക്റ്റായിട്ടുള്ള ആ ഒരു സ്ലീവിലേക്ക് നമ്മൾ വെച്ച് കൊടുത്താൽ മതി. എങ്ങനെയാണോ വയ്ക്കുക അതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാനിത് തയ്ച്ചു കൊണ്ടുവന്നു. ഇതുപോലെയാണ് ഇപ്പോൾ സ്ലീവൊക്കെ ഞാൻ കറക്റ്റായിട്ട് തയ്ച്ചു കൊണ്ടുവന്നു. ഇതുപോലെ. അപ്പോൾ ഒരു ഭാഗത്ത് കണ്ടില്ലേ ഇലാസ്റ്റിക് വെച്ചിട്ട്, ഒരു ഭാഗത്ത് പഫും. അപ്പോൾ നമ്മൾ ആ സ്ലീവൊക്കെ ജോയിൻ ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ആ സൈഡിൽ നമ്മൾ ആ സ്ലിറ്റ് അടിക്കില്ലല്ലോ, അവിടെയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ, നമ്മുടെ ഷേപ്പിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ അടിയിൽ ഒരു ബ്ലാങ്ക് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ഒരു ഫ്രില്ല് വെച്ച് കൊടുക്കാമെന്ന്. അപ്പോൾ അത് ഇതുപോലെ ഒരു 4 ഇഞ്ച് എടുക്കുക, 4 ഇഞ്ചിലൊരു തുണി എടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ കയ്യിൽ തുണി ഉണ്ടെങ്കിൽ മാത്രം മതി, ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ കുറച്ച് ലെങ്ത്തിലെടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ 2 ഭാഗത്ത് നമ്മളിതുപോലെ മടക്കി തയ്ച്ച് കൊടുക്കുക. ഈ ഓർഗാൻസ് അങ്ങനെ മടക്കി തയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരുടെ റോൾ ഹെമ്മാണ് എൻ്റെ മെഷീനിൽ, അതുള്ളത് കൊണ്ട് ഞാനത് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ റോൾ ഹെം ചെയ്തെടുത്തു. അപ്പോൾ ഞാനത് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതുപോലെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പീസ് കണ്ടോ, 2 ഭാഗത്തും അപ്പുറത്തും ഇപ്പുറത്തും റോൾ ഹെം ഇതുപോലെ ചെയ്ത് ഞാനൊരു ലോങ് സ്റ്റിച്ച് കൊടുത്ത് വലിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ, ഫ്രിൽസൊക്കെ ആക്കിയിട്ട്. കണ്ടോ, പിന്നെ നമുക്ക് ഇതിൻ്റെ അടിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ വെച്ച് കൊടുത്താൽ മതി, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഞാനൊന്ന് വെച്ച് കൊടുക്കണം തോന്നിയപ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ ഫ്രിൽസിൻ്റെ ലെങ്ത്ത് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം, ഓരോരുത്തരുടെ ഇഷ്ടം പോലെ കേട്ടോ. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഇത് വെച്ച് കൊടുത്തെന്ന് മാത്രം. എന്നിട്ട് ചുറ്റോറും അത് വെച്ച് കൊടുക്കുക. അതിന് മുമ്പായിട്ട് അതിൻ്റെ അടിഭാഗം ഒന്ന് അടിക്കണം കേട്ടോ, മടക്കി തയ്ക്കണം. അപ്പോൾ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ.